എറണാകുളത്ത് UDFന്റെ 4 സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിൽ ഗ്രൂപ്പ് കളിയുണ്ട്, ഒപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ നോക്കണം. ഓരോ നേതാക്കന്മാരും അവരുടെ അനുയായികൾക്ക് വേണ്ടി ബലം പിടിക്കുന്നു, അവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവസാനവട്ട കാഴ്ചയും എറണാകുളത്ത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചിയാണ്. കൊച്ചിയെ സംബന്ധിച്ച് വലിയ കടുംപിടുത്തം തന്നെ നടക്കുകയാണ്. KC വിഭാഗം ദീപ്തി മേരി വർഗീസിനായി പറയുന്നു. സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസിന്റെ പേര് പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതാണ്. അന്ന് ഡൽഹിയിലേക്ക് പോയതായിരുന്നു ദീപ്തി മേരി വർഗീസ്. അതിനുശേഷം തന്നെ ചർച്ചകളിലൊക്കെ ഒരു പക്ഷേ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും അവരുടെ പേര് ഇപ്പോൾ കൊച്ചിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ ഒരു അടുത്ത അനുയായി എന്നുള്ള നിലയ്ക്ക് തന്നെ ഷിയാസിന്റെ പേര് കൊച്ചിയിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപാണ് വലിയ രീതിയിലുള്ള പോസ്റ്റർ യുദ്ധം തന്നെ നടന്നിട്ടുള്ളത്. ഇന്ന് 4 മണിക്ക് ഫോർട്ട് കൊച്ചിയിലെ പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു റോഡ് ഷോ ആയിട്ട് കൊച്ചിയുടെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന്റെ സ്വീകരിക്കുന്നു, ആനയിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ആ പോസ്റ്റർ പ്രചരിച്ചത്. ഒപ്പം തന്നെ അത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ അത് വാട്സപ്പ് സ്റ്റാറ്റസ് ഉൾപ്പെടെ ആക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രചാരണം ഷിയാസ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന് വേണ്ടിയുള്ള പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. ആ അടിച്ചിരിക്കുന്ന സ്ഥലത്ത് നടക്കുന്ന നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇനി കൊച്ചിയിൽ സർവം ദീപ്തം എന്നുള്ള പേരിലാണ് കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥിയായി ദീപ്തി മേരി വർഗീസിനെ അവർ ഉയർത്തിക്കാണിക്കുന്നത്. കൊച്ചിയിൽ ആരാണ് മത്സരിക്കാൻ പോകുന്നത് എന്നതിൽ തീരുമാനമായിട്ടില്ല. പട്ടിക പുറത്തു വരുമ്പോൾ മാത്രമേ പേര് നമുക്ക് പറയാൻ കഴിയൂ.